السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون. صدق الله مولانا العظيم. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ കെ ഉസ്താദ് അവർകൾ, മറ്റു ഉസ്താദുമാർ, ഈ പവിത്രമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, സ്നേഹനിധികളായ മുത്തഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖബൂൽ ചെയ്യുന്ന നല്ലൊരു മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. മർക്കസ് ഗാർഡൻ എല്ലാ വർഷങ്ങളിലും സംഘടിപ്പിച്ചു വരുന്ന ഉർസെ അജ്മീർ പരിപാടിയിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ അംബിയാക്കളും മുർസലീങ്ങളും അതുപോലെ തന്നെ ഔലിയാക്കളുമെല്ലാം ലോകത്ത് നടത്തി വന്നിട്ടുള്ളത് മാനവരാശിയെ നന്മയുടെ വഴിയിലേക്ക് ക്ഷണിക്കുകയെന്ന പരമമായ ഒരു ദൗത്യമാണ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് കാലദേശാന്തരങ്ങൾക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച അമ്പിയാക്കളും അവരെ തുടർന്ന് ഔലിയാക്കളും ആരിഫീങ്ങളുമൊക്കെ നടത്തിയിട്ടുള്ള ഈ ഒരു ചെയ്തു വന്നിട്ടുള്ള ആ ഒരു മഹിതമായ ദൗത്യം അത് മനസ്സിലാക്കി ഖൈറിന്റെ വഴിയിലായി ജീവിക്കുക എന്നതാണ് നമ്മിലൊക്കെയും അർപ്പിതമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകത്തെ വിഭാവനം ചെയ്തിട്ടുള്ള നബിമാരിലൂടെ അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ള, അതിനുശേഷം പൂർവസൂരികളായ ഔലിയാക്കളിലൂടെയും ഉലമാഉകളിലൂടെയും നമ്മൾ മനസ്സിലാക്കി വന്നിട്ടുള്ള ആ പാരമ്പര്യ ശ്രേണിയിൽ അടിയുറച്ചുകൊണ്ട് ജീവിച്ച് ശാശ്വതമായ വിജയം നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യവും. മാഷാ അല്ലാഹ്, ഉസ്താദ് നമ്മുടെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ദീർഘിച്ച് സംസാരിപ്പിക്കുന്നില്ല.
അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി അസ്സഞ്ചരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഗതകാല ചരിത്രങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരെ നമ്മൾ അടുത്തറിയുമ്പോൾ ഇത്രമേൽ നമ്മുടെ രാജ്യത്ത് ആത്മീയ വൈജ്ഞാനികമായ നവോത്ഥാനം സാധിച്ചിട്ടുള്ള മറ്റൊരു മഹാനെ നമുക്ക് കണ്ടെത്തൽ പലപ്പോഴും അസാധ്യമാണ് എന്നതാണ് വസ്തുത. പ്രിയപ്പെട്ടവരെ, ഖാജാ തങ്ങളുടെ പ്രബോധന മണ്ഡലങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചറിയുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ ഇന്ന് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ശതകോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ നാടുകളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം അവരിലേക്കൊക്കെയും ആവാഹിക്കുന്നതിൽ നിസ്തുലമായ പങ്ക് വഹിച്ച മഹാനാണ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അസ്സഞ്ചരി അൽ അജ്മീർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഉത്തരേന്ത്യൻ നാടുകളിൽ ഇസ്ലാമിന്റെ ആവിർഭാവവും ഇസ്ലാമിന്റെ വ്യാപനവും പലപ്പോഴും നാട്ടുരാജാക്കന്മാരിലൂടെ മറ്റുമൊക്കെയാണ് കടന്നു വന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതേസമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആജ്ഞാനുസരണം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ അവിടുത്തെ അനിതര സാധാരണമായ വ്യക്തിപ്രഭാവം കൊണ്ട് ലക്ഷോപലക്ഷം ആളുകളെ പരിശുദ്ധ ദീനിലേക്ക് കൊണ്ടുവന്നതിന്റെ കഥകൾ നമുക്ക് എത്രയോ അയവിറക്കാനുണ്ട്. ഇത്തരുണത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഉലമാഇനെയും പൂർവസൂരികളെയും സ്മരിക്കുകയും അവരുടെ ജീവിതത്തെ അടുത്തറിയുകയും അതിലൂടെ നമ്മളുടെ ഈമാനിന്റെ കാന്തിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് വലിയൊരു ഇബാദത്തായിട്ട് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉസ് സഗീറിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ദിക്റുൽ അംബിയാ ഇബാദ, അംബിയാക്കളെ നമ്മൾ സ്മരിക്കൽ അത് മഹത്തായ ഒരു ഇബാദത്താണ്. അതുപോലെ തന്നെ ഔലിയാക്കളെ നമ്മൾ സ്മരിക്കലും അത് നമ്മളുടെ പാപങ്ങൾക്കൊരു പ്രായശ്ചിത്തമാണെന്നും ആ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഇത്തരം മജ്‌ലിസുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യത അവിടെയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യമായ ഈ ശ്രേണിയെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ വഴിയിലായി അടിയുറച്ച് ജീവിച്ച് ശാശ്വതമായ വിജയം നേടാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ കൃത്യമായി അനുധാവനം ചെയ്ത് അങ്ങനെ ആ ഒരു ജീവിതത്തിന്റെ മഹിതമായ പ്രകാശം ആളുകളിലേക്ക് ആവാഹിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് തീർച്ചയായും അവരുടെ ജീവിതം അവർ ആ ഒരു തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രകാശനമായി ഈ ലോകത്തിന് സമ്മാനിച്ചതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ ബഖ്തിയാരിൽ കാക്കി അദ്ദഹ്ലവി റഹിമഹുല്ലാഹു തആല ഖാജാ തങ്ങളുടെ വലിയ ഒരു ശിഷ്യനാണ്.
മഹാനർ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത് കാണാം. 10-30ഓളം വർഷം ഖാജാ തങ്ങൾക്ക് ഞാൻ സേവനം ചെയ്യുകയുണ്ടായി. അതേസമയം ഒരിക്കൽ പോലും ഒരാളോട് ക്രോധത്തോടെ സംസാരിക്കുന്നതോ ദേഷ്യത്തോടെ പെരുമാറുന്നതോ ഞാൻ കണ്ടിട്ടേയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വെക്കുന്നത് കാണാം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ ആ ഒരു പൊരുത്തം മാത്രം കാംക്ഷിച്ച് ഭൗതികമായ സുഖങ്ങളും ആഡംബരങ്ങളും ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വഴി മാത്രം അവലംബിച്ച് ജീവിച്ചതുകൊണ്ടാണ് ഖാജാ തങ്ങൾ ഉൾപ്പെടെയുള്ള പൂർവ്വസൂരികൾ ഇന്നും ലോകത്ത് തിളങ്ങി നിൽക്കുന്നത്. ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന്റെ സമയത്തെ കുറിച്ച് പറയുന്നവിടെ കാണാം. ഹിജ്റ 633 ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ മരണം പുൽകിയ സമയത്ത് അവിടെ സന്നിഹിതരായിരുന്ന ആളുകൾ പറയുന്നതായിട്ട് ബഹുമാനപ്പെട്ട അല്ലാമ അഹ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മവാഹിബുൽ റബ്ബിൽ മതീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട നെറ്റിത്തടത്തിൽ ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ് എന്ന് ഉല്ലേഖനം ചെയ്യപ്പെട്ടതായി അവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ കണ്ടിരുന്നു എന്ന് ചരിത്രം. അള്ളാഹുവിന്റെ ഇഷ്ടദാസരായ ഒരു അടിമ അള്ളാഹുവിന്റെ സ്നേഹത്തിലായി മരണം പുൽകിയവരാണ് എന്നുള്ള ഒരു നേർ സാക്ഷ്യം അവിടെ ഒരുമിച്ച് കൂടിയവർ നേരിട്ടു കണ്ടിട്ടുണ്ടെങ്കിൽ ഖാജാ തങ്ങളുടെ ജീവിതത്തെ കൃത്യമായി അടുത്തറിയുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ കേരളക്കരയിൽ അധിവസിക്കുന്ന, അതിനപ്പുറത്ത് ഈ വിശാലമായ ഇന്ത്യ രാജ്യത്ത് അധിവസിക്കുന്ന ആളുകൾക്ക് ഹബീബായ തങ്ങൾ വരദാനമായി നമുക്ക് പറഞ്ഞയച്ചു തന്ന അത്വാഉർ റസൂൽ എന്ന് നമ്മൾ അപരനാമം വിളിച്ചുകൊണ്ട് ബഹുമാനിക്കുന്നവരാണല്ലോ ഖാജാ തങ്ങൾ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ഹിന്ദുസ്ഥാനിലേക്ക് പോയി അവിടെ പരിശുദ്ധ ദീനിന്റെ വെളിച്ചം പകർന്നു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളോട് കൽപ്പിച്ചതിന്റെ പിന്നാലെയാണ് ഖാജാ തങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നതെന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഖാജാ തങ്ങളുടെ ജീവിതം ഇന്നും അന്ന് ബഹുമാനപ്പെട്ടവർ ജീവിച്ചതിന് ആ ഒരു കൃത്യമായ ഒരു രൂപത്തിൽ ഇന്നും ബഹുമാനപ്പെട്ടവരുടെ ആത്മീയമായ വെളിച്ചം ഈ സമുദായത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അജ്മീർ ഷരീഫിൽ പോയ ആർക്കും കാണാൻ സാധിക്കും. ഗരീബ് നവാസ് എന്ന് മറ്റൊരു നാമത്തിൽ വിശ്രുതനായ ഖാജാ തങ്ങൾ പാവപ്പെട്ടവർക്കും നിരാലംബർക്കും എന്നും താങ്ങും തണലുമായി വർത്തിച്ചിരുന്ന ഖാജാ തങ്ങൾ ഇന്നും നിങ്ങൾ നോക്കൂ, അജ്മീർ ഷരീഫിൽ പോയാൽ എത്രയോ ആളുകൾ, പട്ടിണി പാവങ്ങൾ അവിടെ ആ ഖാജാ തങ്ങളുടെ ദർബാറിൽ അന്തിയുറങ്ങിക്കൊണ്ട് അവിടെ ജീവിച്ചുകൊണ്ട് അവിടെ രാപ്പാർത്തുകൊണ്ട് സന്തുഷ്ടരായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രം നമുക്ക് ഇന്നും അജ്മീർ ദർഗയിൽ പോയാൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവന്റെ തിരുനോട്ടവും മദതും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നൽകുമാറാവട്ടെ എന്ന് അവസരോചിതമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.